അടുത്ത വിഷയം എന്ന് പറയുന്നത് ഒരു സമാധാനമത സ്പെഷ്യാലിറ്റി തന്നെയാണ് വാർത്തയാണ്. അവിടെ നമ്മൾ കാണുന്ന അൽ ഖൈദ ടെററിസ്റ്റുകൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൽപ്പെട്ട 4 ആളുകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു മൊഡ്യൂൾ അവിടെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വാർത്ത നമുക്കിവിടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വാർത്ത വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ സംഭവിക്കുന്ന വാർത്തകൾ നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും എടുത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നമുക്ക് വായിച്ചേക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഇതാണ് വാർത്ത. ഇത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നതാണ്, ഇന്നലെ വന്ന വാർത്തയാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് നമുക്കറിയാം, ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നു ഇസ്ലാമിക രാജ്യമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഔട്ട്കം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഔട്ട്കം അല്ലെങ്കിൽ ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കവറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യത്തെ അവിടെ കവറടക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കുന്ന സാധനം എന്താണ്? അത് ശരിയാ ഭരണമാണ്. ഇതാണ് നമ്മൾ കാണുക. അപ്പോൾ ആ സംഗതി പദ്ധതി ഇട്ടിട്ടുള്ള ഒരു 4 കൂട്ടം ആളുകളെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ ഈ ഔട്ട്ഫിറ്റിൻ്റെ പേര് അൽ ഖൈദ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ആക്കിസ് എന്നാണ് അതിൻ്റെ പേര്, AQIS ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെ ATS ആണ് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആളുകളുടെ പേര്, അവരുടെ ചിത്രമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പേര് ഞാൻ വൈകാതെ പറയുന്നത്, വളരെ മികച്ച പേരുകളാണ്. എല്ലാവർക്കും നല്ല അസൽ ദീനിയായ മുഖഭാവമാണുള്ളത്. എല്ലാത്തിനും നല്ല അസൽ താടിയുണ്ട്. താടി വളരാത്ത അപ്പുറത്തിരിക്കുന്ന ആൾ മറ്റേ കരടിയുടെ നെയ്യ് തേച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിടിച്ചെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം താടി ഉണ്ടെങ്കിലാണല്ലോ ഒരു സാധനം വരുള്ളൂ. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേര് ഇതാണ്. ഒന്ന് മുഹമ്മദ്, മറ്റൊന്ന് അല്ല, പിന്നൊന്ന് അലി. ഒക്കെ നല്ല അസൽ ദീനിയായ പേരുകളാണ്. അതിന് കൂടെ ചില പേരുകളാണ്, അതൊന്നും നമ്മുടെ വിഷയമൊന്നുമല്ല. കാരണം ഇവിടെ മുഹമ്മദ് എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ നാട്ടുകാർ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ട് തീവ്രവാദത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ അവിടെയുള്ള ആളുകളോട് മുഴുവൻ വരാൻ പറയും. എന്നിട്ട് എല്ലാവരുടെയും പേര് നിങ്ങൾ ചോദിക്കുക. മിനിമം അതിനകത്ത് 80% ആളുകളുടെ പേരിലെങ്കിലും ഒരു ഒന്നുകിൽ ഈ പറയുന്ന മുഹമ്മദ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അള്ളാഹു ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. എന്നുവെച്ചാൽ മുഹമ്മദ് നബി, അള്ളാഹു, ഖുലഫ ഉർ റാഷിദീൻ എന്ന് പറയുന്ന ആ ഉത്തമ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അന്നത്തെ ആ പ്രധാനപ്പെട്ട ഉമർ അല്ലെങ്കിൽ അലി, അബൂബക്കർ എന്നൊക്കെയുള്ള പേരുകളുള്ള ആ പ്രധാനപ്പെട്ട ആളുകൾ, ഈ പറയുന്ന കൂട്ടത്തിലുള്ള പേരുകൾ അതിനകത്തുണ്ടാവും. ഇതാണ് അതിൽ കാണാൻ കഴിയും. അത്രമാത്രം ദീനിയായിട്ടുള്ളൊരു സമ്പ്രദായമാണ് ഈ പറയുന്ന സാധനം. ഇപ്പോൾ എൻ്റെ പേരിലുണ്ട് ഒരു മുഹമ്മദ്, ഞാൻ പിന്നെ അത് ഒഴിവാക്കിയത്. സംഗതി നമ്മുടെ പാപ്പാൻ്റെ പേരാണ്, എന്നാലും വല്ലാതെ നീളം കൂടുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി. അതായത് ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഹമ്മദ് എന്നാണ് ഫുൾ നെയിം. അതുകൊണ്ട് എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം മുഹമ്മദ് ഞാൻ ഒഴിവാക്കി. അപ്പോൾ തെരുവത്തിൽ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, എല്ലാ പേരിലും ഉണ്ട് മുഹമ്മദ്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, മുഹമ്മദ് എടുത്താൽ മതിയായിരുന്നു. ആരിഫ് ഹുസൈൻ മുഹമ്മദ് എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും കൊടുത്ത അവസാനം ആലോചിക്കുക. ഈ കാക്കമാരെ എങ്ങനെ തെറി വിളിക്കും ഇതൊന്ന് ആലോചിക്കുക. അപ്പോൾ ഏതായാലും അങ്ങനെയുണ്ട് ഒരു പേര് എന്നുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ പേര് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നതിന് കാരണം ഇതൊക്കെയാണ്. കാരണം ഈ പേര് വെച്ചിട്ട് ഈ ആരിഫ് എന്ന് പറയുന്ന പേര് പോട്ടെ, ഈ ഹുസൈൻ എന്നുള്ള പേര് മുഹമ്മദ് നബിയുടെ മറ്റേ പേരക്കുട്ടിയുടെ പേരാണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം അവർക്ക് എന്നെ തെറി വിളിക്കാൻ. അതുകൊണ്ടാണ് ഹാർപ്പിക്ക് എന്നൊക്കെ ഇട്ട്. പിന്നെ ഹാർപ്പിക്കിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാലോ, ഏത് പച്ച വൈറസിനെയും അത് ഇല്ലാതെയാക്കും ഞൊടിയിടയിൽ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് അത് ആക്റ്റീവും. സാധാരണ ഈ ഇങ്ങനെയൊക്കെ ഹാർപ്പിക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു വൈറസ് ബാക്കിയാവും. നമ്മളത് അതുപോലും ഒറ്റ വൈറസ് പോലും ബാക്കിയുണ്ടാവില്ല, എല്ലാത്തിനും പോലും ഒരെണ്ണം പോലും ബാക്കിയുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഹാർപ്പിക് എന്ന് പറയുന്നത്. പച്ച ഹാർപ്പിക്, അൽ ഹാർപ്പിക്, അത് അങ്ങനെ ഒരു സാധനം കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നത് ഇതാണ്, ഇവിടെ പേരുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. വളരെ എളുപ്പമാണ് ഓർക്കാൻ. 2 മുഹമ്മദും, ഒരു അള്ളാഹും, ഒരു അലിയും, 4 പേരും കൂടിയാണ് അൽ ഖൈദയിൽ ചേർന്നിട്ട് ഈ പണി ഒപ്പിക്കുന്നത്. ബാക്കി പേരൊക്കെ നിങ്ങൾ വേണ്ടി പഠിച്ചെടുത്തോ, അത് നമ്മുടെ വിഷയമുള്ള കാര്യമില്ല. എല്ലാത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്.